ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് വളരെ ടേസ്റ്റിയും സിമ്പിളുമായി തയ്യാറാക്കാവുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കറുവാപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ 2 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, കരയാമ്പൂ, ഏലക്ക, പിന്നെ ജീരകം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ 2 ചെറിയ സവാളയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വഴച്ചെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഈ തക്കാളി ചോറിന് ശരിക്കും ഒരു ബിരിയാണിയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് കൂടി ഇടാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി അടുത്തതായി നേരത്തെ തന്നെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ഇവിടെ വെക്കുന്ന ചോറ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസും ഇടാവുന്നതാണ്. റൈസ് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും മസാലയ്ക്ക് നന്നായിട്ട് റൈസിന് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം.